ഹായ് മകളെ, കുറച്ചധികം ദിവസമായി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഒരു കാര്യം പറയാനാണ്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആ തമ്പനയിലൊക്കെ കണ്ട സമയത്ത് പേടിച്ച് പോയിട്ടുണ്ടാവും. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ IT എക്സാം അല്ലേ, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന 10ാമത്തെ ഒരു സബ്ജക്റ്റ് നമുക്കുണ്ട്. ഒട്ടുമിക്ക കുട്ടികളും A+ വാങ്ങുന്ന ഒരു സബ്ജക്റ്റാണ് IT എന്ന് പറയുന്നത്. എന്നാൽ വളരെ ചുരുക്കം ചില വിദ്യാർത്ഥികൾ അതിൽ A+ നഷ്ടപ്പെടാറുമുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താറുമുണ്ട്. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്തതാണ്. സോ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് IT എക്സാം ഈ സെക്കൻഡ് ടൈമിന് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഏകദേശം 4 ചാപ്റ്റർ അല്ലെങ്കിൽ 5 ചാപ്റ്ററോളം നിങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടിക്കലോ അല്ലെങ്കിൽ തിയറി ആയിട്ട് എന്തായാലും ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സോ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അതെവിടെ കിട്ടുമെന്ന് വെച്ചാൽ സൈലം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ 10ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു കാര്യം തരുന്ന സമയത്ത് അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട കുട്ടികൾ നിങ്ങൾ തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. പിന്നെ ഓണം എക്സാമിന് പലതരത്തിൽ ഇമോഷനുള്ള ആളുകളുണ്ട്, അടിപൊളിയായിട്ട് എഴുതിയ മക്കളുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ആവറേജ് ലെവലിൽ കുടുങ്ങിക്കിടന്ന കുറച്ച് കുട്ടികളുണ്ട്, ചില സബ്ജക്റ്റ് ടഫായ ആളുകളുണ്ട്, ഒരുപാട് സബ്ജക്റ്റുകൾ ടഫായിട്ടുള്ള ആളുകളുണ്ട്. മക്കളെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ട് എന്നത് തന്നെയാണ്. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ഈ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാനുള്ള കിടിലൻ സ്റ്റഡി പ്ലാനും ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മൾ ലൈവായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ മിസ്സാക്കരുത്. ഇന്ന് രാത്രിത്തെ 7:30 ലൈവ് നിങ്ങൾ കാണുക. ഇനിയുള്ള 82 ദിവസം എങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്ന് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. 10ാം ക്ലാസ്സിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ തന്നെ വന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആദ്യത്തിലെ എക്സാമുകളിലൊക്കെ മാർക്ക് കുറഞ്ഞു, പിന്നെ അവർ ആവേശപൂർവ്വം പഠിക്കാനൊരു മനസ്സ് കാണിച്ചു. ആ മനസ്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യിപ്പിച്ചു. അതോടെ അവർ A+ എത്തി, അങ്ങനെ ഫുൾ മാർക്കിലേക്ക് എത്തിയ ചരിത്രങ്ങൾ ഒരുപാട് നമ്മുടെ ചാനലുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരിക്കലും തോറ്റുപോയ വിദ്യാർത്ഥികളല്ല, നിങ്ങളൊരിക്കലും പരാജയം നുണക്കേണ്ട വിദ്യാർത്ഥികളല്ല. പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഫുൾ A+ തന്നെ എത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകും. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, സങ്കടപ്പെട്ടിരിക്കുന്ന ഫ്രണ്ട്സിനോട് പ്രത്യേകമായിട്ട് പറയുകയാണ്, നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുക. നമുക്ക് തെറ്റിയ അല്ലെങ്കിൽ ഓണം എക്സാമിൽ നമ്മൾ വരുത്തിയ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരു പേജ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും സൈഡിൽ എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. കാരണം ആ മിസ്റ്റേക്ക് ഒരു കാരണവശാലും നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ആവർത്തിക്കാൻ പാടുള്ളതല്ല. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയത്തെ ലൈവിലേക്ക് കൂടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ലേണിംഗ്. ബൈ.